അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇതൊരു ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ ഒരു കഥയാണ്. ഒരു ദിവസം ഫാത്തിമ കേക്ക് ഉണ്ടാക്കുകയായിരുന്നു. അവൾ മധുരമുള്ള ഓറഞ്ച് പിഴിഞ്ഞ് കേക്കിലേക്ക് ഒഴിച്ച് അതിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കി. ശേഷം മനോഹരമായി ക്രീമും മറ്റുള്ളവയൊക്കെ ചേർത്ത് അതിമനോഹരമായ ഒരു കേക്ക് ഉണ്ടാക്കി. അവൾ ഉമ്മയോട് പറഞ്ഞു, ഞാൻ നല്ല മധുരമുള്ള അഴകുള്ള കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞു, അതിൽ നിന്ന് നമ്മുടെ അയൽവാസിയായ ആ വൃദ്ധയായ അമ്മൂമ്മയ്ക്ക് ഒരു കഷ്ണം കൊടുക്കണം. ഫാത്തിമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഫാത്തിമ പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കേക്ക് ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് കൊടുക്കണം? അപ്പോൾ അവളുടെ ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ഫാത്തിമയോട് പറഞ്ഞു, മോളെ, കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സാധനമാണ് മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നത് നല്ല മനസ്സോടെയും തൃപ്തിയോടെയും കൊടുക്കണം. എന്നാലേ ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവും. നബി പറഞ്ഞിട്ടുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവർ നമ്മളിൽ പെട്ടവരല്ല എന്ന്. ഫാത്തിമ അതിനെക്കുറിച്ച് ചിന്തിച്ചു. എനിക്ക് ഇനിയും ഇതുപോലെ കേക്ക് ഉണ്ടാക്കാമല്ലോ. ഇതിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. അതിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ആ വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഫാത്തിമ സന്തോഷത്തോടെ ആ വൃദ്ധ സ്ത്രീക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, സന്തോഷത്തോടെ തരുന്നതാണ്. അപ്പോൾ അമ്മൂമ്മ ആ മോക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ആ ദുആ കേട്ടപ്പോൾ ഫാത്തിമയ്ക്ക് അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഉമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ദുആ മതിയാകും. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വലുതായാൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കും. ഇതുപോലെ കേക്കുകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കും. അവൾ ഉമ്മ പറഞ്ഞു, മോളുടെ ആഗ്രഹം പോലെ പടച്ചോൻ ചെയ്തു തരട്ടെ. അന്നു മുതൽ ഫാത്തിമ നല്ല സന്തോഷത്തോടു കൂടി ഒരുപാട് പലഹാരങ്ങളും കേക്കുകളൊക്കെ ഉണ്ടാക്കി അയൽവാസികൾക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അവൾ വളരുന്നതിനനുസരിച്ച് അവൾ നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയായി മാറി. അങ്ങനെ പടച്ചോൻ അവളെ ഒരു നല്ല ഒരു കേക്ക് ഉണ്ടാക്കുന്നതും സന്മാർഗത്തിൽ നടക്കുന്നതുമായ ഒരു സ്ത്രീയാക്കി. ആ നാട്ടിലുള്ള എല്ലാവർക്കും ആ ഫാത്തിമയെ ഇഷ്ടമായിരുന്നു. ആര് വന്നാലും ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അയൽവാസികളെയും മറ്റുള്ളവരെയും ബഹുമാനിക്കണം. അവർക്ക് ഭക്ഷണം ഷെയർ ചെയ്യണം. വീട്ടിൽ വിശന്ന് വരുന്നവരെ ആട്ടിപ്പായിക്കാതെ അവർക്ക് ഒരു നേരത്തെ എന്താണോ ഉള്ളത് അത് കൊടുക്കുക. അതും സന്തോഷത്തോടെ കൊടുക്കണം. അല്ലാതെ മനസ്സിലൊരു ഇത് വെച്ചിട്ട് കൊടുക്കുന്ന അത് ഭക്ഷണത്തിൽ ബർക്കത്ത് കളയും. നമ്മൾ എത്രയോ ഭക്ഷണങ്ങൾ പാഴാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരല്പം പാവപ്പെട്ടവർക്കും വിശന്ന് വരുന്നവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക. കഥകളൊക്കെ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഒന്ന് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ബ്രേക്ക് എടുത്തുകൊണ്ട് എൻ്റെ ചാനൽ നന്നായി ഡൗൺ ആയിട്ടുണ്ട്. വിചാരിച്ച പോലെ വ്യൂവേഴ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. എന്നാലും ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.